178 വീടുകളുടെ താക്കോൽദാനമാണ് അടുത്ത ദിവസം നടക്കാൻ പോകുന്നത്. ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനവും ഗുണഭോക്താക്കൾക്കുള്ള പട്ടയ വിതരണവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണ് നിർവഹിക്കുന്നത്. ജയരാജ് ബത്തേരി ചേരുന്നു. ജയരാജ്, വലിയൊരു അതിജീവനത്തിന്റെ കഥയാണ് അവിടെ നിന്ന് നമുക്ക് പങ്കുവെക്കേണ്ടതായി വരുന്നത്. ഈ വീടുകളുടെ നിർമ്മാണമൊക്കെ വളരെ കൃത്യമായി പൂർത്തീകരിച്ചോ? എങ്ങനെയാണ് ഈ ചടങ്ങ് നടക്കാൻ പോകുന്നത് ജയരാജ്? അഭിലാഷ്, തീർത്തും വലിയ ഒരു ദുരന്തം തന്നെയായിരുന്നു മുണ്ടക്കൈ ചൂരൽമല എന്നുള്ളത്. നമുക്കറിയാം, നിരവധി ആളുകൾ ഈ ഒരു ഒറ്റ ദിവസം കൊണ്ടുള്ള ഈ ഒരു ഉരുൾപൊട്ടലിൽ അവരുടെ ജീവനും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. ഈ സമയത്താണ് നിരവധി ആളുകൾ വീടുകളും അതല്ല അല്ലെങ്കിൽ താമസ സ്ഥലവും ഇല്ലാതെ പലയിടങ്ങളിലും കഴിയേണ്ടി വന്നത്. പക്ഷെ അന്ന് സർക്കാർ വാഗ്ദാനം ചെയ്ത അല്ലെങ്കിൽ ഇവരുടെ ഓരോ വീടുകൾ അതിനെ ഒരു ടൗൺഷിപ്പ് ആക്കി എടുക്കുകയാണ് ചെയ്തത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ട 178 കുടുംബങ്ങളെയാണ് ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടിയുള്ള ഒരു ടൗൺഷിപ്പ് ഇവിടെ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയേണ്ടത്. എന്തായാലും മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ട 178 കുടുംബങ്ങളെയാണ് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവർക്കുള്ള വീടുകളുടെ കൈമാറ്റമാണ് മറ്റന്നാൾ, അതായത് ബുധനാഴ്ച, മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുക. നറുക്കെടുപ്പ് സ്വതന്ത്രവും അല്ലെങ്കിൽ സുതാര്യവും കൃത്യതയോടെയുമാണ് നടന്നത്. നറുക്കെടുപ്പിൽ വീടുകൾ ലഭിച്ചവർക്ക് വീട്ടിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അവരുടെ മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ നടത്താം എന്ന് അന്ന് പറയുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏതാണ്ട് 1000 സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിൽ പണിത കെട്ടിടങ്ങൾ ഭാവിയിൽ ഇരുനില നിർമ്മിക്കാനുള്ള അടിത്തറയോടെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വീടുകൾക്ക് പുറമെ ഈ ഒരു ടൗൺഷിപ്പിൽ പൊതു റോഡ്, അതുപോലെ തന്നെ ആരോഗ്യ കേന്ദ്രം, അംഗൻവാടി, പൊതു മാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെന്ററുകൾ എന്നിവയും ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. ആരോഗ്യ കേന്ദ്രത്തിൽ ലാബ്, ഫാർമസി, അതുപോലെ തന്നെ പരിശോധനയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങളും, വാക്സിനേഷൻ, ഒബ്സർവേഷൻ മുറികൾ, അതുപോലെ OP, ടിക്കറ്റ് കൗണ്ടർ സൗകര്യങ്ങളും എല്ലാം സജ്ജീകരിക്കും. പൊതുമാർക്കറ്റിൽ കടകൾ, അതുപോലെ തന്നെ സ്റ്റാളുകൾ, ഓപ്പൺ മാർക്കറ്റ്, കുട്ടികൾക്കുള്ള കളിസ്ഥലം, പാർക്കിംഗ് സൗകര്യം തുടങ്ങിയ ലൈബ്രറി, ഓപ്പൺ തിയേറ്റർ തുടങ്ങിയ എല്ലാം ഈ കമ്മ്യൂണിറ്റി സെന്ററിലും ഉണ്ടാക്കും. അങ്ങനെ ഒരു വിപുലമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു ടൗൺഷിപ്പിന്റെ പണി കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ ഉദ്ഘാടനത്തിലുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. കൽപ്പറ്റ എൽസൺ എസ്റ്റേറ്റിൽ നടക്കുന്ന ഉദ്ഘാടനത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനാവുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയുന്നത്. മന്ത്രിമാരായ OR കേളു, റോഷി അഗസ്റ്റിൻ തുടങ്ങി എല്ലാ രാഷ്ട്രീയ നേതാക്കളും, അതുപോലെ തന്നെ മന്ത്രിമാരും ജനപ്രതിനിധികളും അടങ്ങുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു ഉദ്ഘാടനമാക്കി ഇതിനെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. മറ്റന്നാൾ, അതായത് 25-ന് വൈകിട്ട് 4 മണിക്കാണ് മുഖ്യമന്ത്രി ഈ താക്കോൽദാനവും അതുപോലെ തന്നെ ഇവർക്കുള്ള പട്ടയ വിതരണവും നടത്തുക. അഭിലാഷ്, കേരളത്തിന്റെ തീരാ നോവായി മാറിയ ആ ദുരന്തം അതാരും മറന്നിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്ക്, എത്രയോ ആളുകൾക്കാണ് നിമിഷങ്ങൾക്കകം ജീവിതം കൺമുന്നിൽ നഷ്ടമായത്. അവരെ തിരികെ ജീവിതത്തിലേക്ക് കരുപ്പിടിപ്പിക്കുകയാണ് സർക്കാർ സംവിധാനങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണം പൂർത്തിയായിട്ടുള്ള 178 വീടുകളിലേക്കാണ് നറുക്കെടുപ്പിലൂടെയാണ് അവരെ നിശ്ചയിച്ചത്. അങ്ങനെയുള്ളവരെ അടുത്ത ദിവസം തന്നെ അവർക്ക് വീടുകൾ, അതിൻ്റെ താക്കോൽ കൈമാറുന്നു. ഒപ്പം പട്ടയം, ആ ഭൂമിയുടെ പട്ടയം അടക്കം കൈമാറുന്നു. ഒരു ടൗൺഷിപ്പ് ആയാണ് ഈ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.